ഞങ്ങളിപ്പോൾ ക്യാമ്പിങ്ങിന് പോവാ. കെജും കുജിക് നാഷണൽ പാർക്കിന്റെ ഒരു ക്യാമ്പ് സൈറ്റ് ഞങ്ങൾ ബുക്ക് ചെയ്തു, എൽ ഐലൻഡ് എന്ന് പറഞ്ഞിട്ട്. അത് ആ ഐലൻഡിൽ ഞങ്ങളുടെ ഒറ്റ ക്യാമ്പ് സൈറ്റേ കാണത്തുള്ളൂ. ഞങ്ങളിപ്പോ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുക. ഷാഹിന ശരിയാ, അപ്പൊ ഞങ്ങൾ അവിടെ ചെന്നിട്ട് എല്ലാം കാണിക്കുന്നതായിരിക്കും. ഞങ്ങൾ ഓൾറെഡി കഴിഞ്ഞോട്ട് ഒരു ക്യാമ്പിങ്ങിന് പോയി. ഈ വട്ടം ആ ഒരു എക്സ്പീരിയൻസിൽ പോവാ, നോക്കാം എങ്ങനെ ആവും. ഓക്കെ, അപ്പൊ ശരി, ബൈ ഗൈസ്. ഞങ്ങൾ പറയാൻ മറന്നുപോയി, ഞങ്ങളുടെ കൂടെ ദൈവനും വന്നിട്ടുണ്ട്. മില പൂരം ഉറക്കം അന്ന് വണ്ടി കയറിയപ്പോ തൊട്ട് ഉറക്കം തുടങ്ങി. അവന്റെ അപ്പി സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ അവനെല്ലാം വേണ്ടി വരുമെന്ന് തോന്നില്ല, അതോടെ ഉറക്കം. കണ്ണൂർക്കടാ ഗൈസ്. അതാ ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ വണ്ടി. ഞങ്ങള് 34 മിനിറ്റിൽ എത്തും. In 34 minutes we will reach our location. ഞങ്ങളാണെങ്കിൽ അവിടെ നെറ്റില്ലാഞ്ഞിട്ട് ഞങ്ങൾ ഈ വോക്കി ടോക്കി ഒക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ കയ്യിൽ ഒരെണ്ണം, ഞങ്ങളുടെ കയ്യിൽ ഒരെണ്ണം. ഹലോ ഹലോ അനീറ്റ അനീറ്റ ഓവർ ഓവർ. അതെ, വോക്കി ടോക്കി യൂസസ്. അവിടെയാണ് നെറ്റ് ഒന്നും കിട്ടാത്തപ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്താൽ മതി. ഇത് യൂസ് ചെയ്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാക്ക് ചെയ്യാം. ടെക്നോളജിയാ. That's it. കുതിരകളുണ്ടോ? നമ്മൾ കൂട്ടിലടയ്ക്കാൻ പോവുകയാണ്. പാവം മിലോനെ നമ്മൾ കൂട്ടിലടച്ചു. ഗൈസ്, we reached Kejum Kuchik. Now we are going to take മറ്റേ പാസ്, വിസിറ്റർ പാസ് അല്ലല്ലോ, എന്താ പാസിൻ്റെ പേര്? എന്തോ ഒരു പാസ് എടുക്കാൻ പോവാം. ആ പാസ് എടുത്താലേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ ബാക്ക് കൺട്രി ക്യാമ്പിങ്ങാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് കൺട്രി ക്യാമ്പിങ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ വാഷ്റൂം ഇല്ല. വാഷ്റൂം ഒരു കുഞ്ഞൊരു വുഡൻ പിറ്റ്, അതും പിന്നെ ടാപ്പ് വാട്ടറും ഇല്ല. നമ്മളൊരു ലേക്കിൻ്റെ ഒരു സൈഡില്ല, അപ്പോൾ അതിനകത്തെ വെള്ളം യൂസ് ചെയ്യാം, വേറെ വെള്ളമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പയർഡ് ആയിട്ട് പോകണം. So cute. Yeah. ഗൈസ്, ഞങ്ങൾ ടെൻറ്റ് പോട്ടെ കയാക്കൊക്കെ സെറ്റാക്കി. ഇവന്മാരിപ്പോൾ സാധനങ്ങളെല്ലാം ഐലൻഡിൽ കൊണ്ടിടാൻ പോവാ. ഞങ്ങൾക്ക് ഒരു കുന്ന സാധനങ്ങളുണ്ട്. ഗൈസ്, ചെറിയൊരു അബദ്ധം പറ്റി ഞങ്ങൾക്ക്. ഞങ്ങൾ ക്യാമ്പിങ്ങിന് മെയിൻലി വന്നിട്ട് ടെൻറ്റ് മറന്നുപോയി. ബാക്കി എല്ലാ സാധനങ്ങളും, ഫുഡിന്റെ ഒരു മസാലപ്പൊടി പോലും മറന്നില്ല ഞങ്ങൾ. പക്ഷേ ടെൻറ്റ് മറന്നുപോയി. എക്സ്ട്രാ ഇടുന്ന നിക്കറ് ഷഡ്ഡിയും വരെ എടുത്തു. ഒരു ആവശ്യമില്ലാഞ്ഞിട്ടും അതുവരെ എടുത്തു. ജസ്റ്റ് ലിറ്റിൽ കമ്മ്യൂണിക്കേഷൻ എറർ, ബട്ട് ഇറ്റ്സ് ഓക്കെ. നമുക്ക് പുതിയ ടെന്റ് കിട്ടിയിരിക്കുന്നു. അതെ, അതെ, മറ്റേ ഇവിടെ ഒരു റെന്റൽ സ്ഥലം ഉണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങളപ്പോൾ ഒരു ടെന്റ് റെന്റ് എടുത്തു. 2 4 people ടെന്റ്. എന്നിട്ട് അത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങൾ സാധാ പ്ലാൻ ചെയ്തതുപോലെ തന്നെ തുഴഞ്ഞു പോകും.
That is what we planned. Yeah. അപ്പം ഞങ്ങൾക്ക് ടെൻ്റ് എല്ലാം കിട്ടി. ഇപ്പം എല്ലാവരും സാധനങ്ങളെല്ലാം വെച്ച് അവരാണെങ്കിൽ ഫസ്റ്റ് ട്രിപ്പ് പോവുക. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഞങ്ങളെ എടുക്കും. അപ്പോൾ ഇപ്പോൾ അവരവിടെ നിന്ന് ഇറങ്ങുക. സാധനങ്ങളെല്ലാം ഇപ്പം സെറ്റായി. ഗായ്സ്, ഞങ്ങൾ അവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ചെറിയൊരു പണി കിട്ടിയെന്ന് മനസ്സിലായി. അവർ കയാക്കൊണ്ട് അവിടെ ചെന്നപ്പം റിയലൈസ് ചെയ്ത് ഞങ്ങൾ അവിടെ ഭയങ്കര കാറ്റും മഴയൊക്കെയാണ്. അപ്പം തിരിച്ച് എന്താണേലും വരാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങളാണെങ്കിൽ അവന്മാർ മറ്റേ വോക്കി ടോക്കിയിൽ വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ റേഞ്ചും ഇല്ല. വോക്കി ടോക്കിയിൽ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ഒരു മറ്റേ വയനോട്ടെന്ന് പറഞ്ഞൊരു റെൻ്റൽ സ്ഥലമുണ്ട്, അവിടെ പോയി കയാക്ക് റെൻ്റ് എടുത്തിട്ട് വരാം. അപ്പോൾ ഇവിടുന്ന് വയനാട്ടിലോട്ട് 10 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. അപ്പം ഇപ്പോൾ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇപ്പം അങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് പോയി റെൻ്റ് എടുക്കേണ്ട അവസ്ഥയാണ് അൺഫോർച്ചുനേറ്റ്ലി. ഗേൾസ് ട്രിപ്പ് അഡ്വഞ്ചറസ് ഗേൾസ് ട്രിപ്പ്. ഞാനാണ് ഈയിടെ ലൈസൻസ് എടുത്തതേ ഉള്ളായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു വണ്ടി എടുക്കാൻ. ഞാൻ വിചാരിച്ചു എവിടെയെങ്കിലും കൊണ്ട് ഇടിക്കുമായിരിക്കുന്നത്. ബട്ട് എന്തോ ഭാഗ്യത്തിന് സേഫായിട്ട് ഞങ്ങൾ സ്ഥലത്തൊക്കെ എത്തി. കുഴപ്പമില്ലായിരുന്നു. എന്നിട്ട് ഞങ്ങൾ വയനാട്ടിലോട്ട് പോയി. ഇനി ഐലൻഡിലേക്ക് പോകാനാണ് നമ്മൾ നാളെ ചെക്കോട്ട്. അത് ഫുൾ ഡേ ഫുഡ് റെന്റൽസ് വന്നത് ഞങ്ങൾക്ക് കഷ്ടിച്ചേർന്നു. സത്യം എന്തോ ഭാഗ്യത്തിന് ഇത് കിട്ടി, അല്ലായിരുന്നെങ്കിൽ ഇതും കിട്ടത്തില്ല. ഞങ്ങൾ ഇവിടെ ഇങ്ങനെ അവന്മാരെ നോക്കി രാത്രി വരെ ഇരിക്കേണ്ടി വന്നേനെ. ഞങ്ങൾക്ക് ഓടിക്കാനും അറിയത്തില്ല. അതെ, ഇപ്പൊ നാട്ടിലെ പക്ക തോണിയാ. ഞങ്ങൾ ഇവിടെ ജീവൻ മരണ പോരാട്ടം. എന്നിട്ട് ഞങ്ങൾ എങ്ങനെയൊക്കെയോ കനു തുഴഞ്ഞ് ഐലൻഡിലെത്തിയിട്ട് ഞങ്ങളാണെങ്കിൽ കറക്റ്റ് സ്ഥലത്തല്ലായിരുന്നു. ഞങ്ങൾ എന്നിട്ട് തുഴഞ്ഞ് ഞങ്ങൾ അപ്പുറ സൈഡിൽ പോയി. അപ്പോൾ ഞങ്ങൾ ആൾക്ക് മാറി കറക്റ്റ് വേറെ വേറെ കയക്കിലിരുന്ന് ഞങ്ങളങ്ങനെ ഐലൻഡിൻ്റെ കറക്റ്റ് പോകേണ്ട സ്ഥലത്തെത്തി. ഫൈനലി അങ്ങനെ കുറേ പൊട്ടത്തരത്തിന് ശേഷം ഞങ്ങൾ ഐലൻഡിലെത്തി. ഇപ്പം ഞങ്ങൾ എല്ലാം ഒന്ന് വെക്കേണ്ടിടത്തൊക്കെ വെച്ചിട്ട് ഞങ്ങളിനി ടെൻറ്റ് സെറ്റ് ചെയ്യാനാണ് പ്ലാന്. നല്ല അടിപൊളി ഐലൻഡായിരുന്നു. ഈ ഐലൻഡ് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു പ്രൈവസി ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ തൊട്ട് മുന്നിൽ ലേക്ക്, സൺസെറ്റൊക്കെ കാണാം. പിന്നെ നല്ല അടിപൊളിയായിരുന്നു. കംപ്ലീറ്റ്ലി ഐലൻഡിനെ പറ്റി പറയാനാണെങ്കിൽ അടിപൊളി ഐലൻഡ്. അപ്പോൾ ടെൻ്റൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ബാക്കി ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലോട്ട് പോകാൻ പോവാം. ഞങ്ങൾ വന്നത് ഭയങ്കര ലേറ്റായിട്ടാണ്. ഞങ്ങൾ വരുമെന്ന് പ്ലാൻ ചെയ്തത് 12 മണി ആ ഒരു ഉച്ച ടൈമിലായിരുന്നു. പക്ഷെ ഞങ്ങൾ വന്നെത്തിയപ്പോൾ ഒരു 6 മണിയോളമായി. ഞങ്ങളാണെങ്കിൽ കുറേ ഡിലേ ആയി. അതൊക്കെ ആയപ്പോൾ ഭയങ്കര ലേറ്റായി. അപ്പം ഞങ്ങളാണെങ്കിൽ 12 മണി തൊട്ടുള്ള ഫുഡ് പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്. അപ്പം അത്രയും ഫുഡ് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു ബ്രേക്കും എടുത്തില്ല. ഞങ്ങളാണെങ്കിൽ കുത്തിയിരുന്ന് തീറ്റയായിരുന്നു. ആദ്യം ദോശയൊക്കെ ഉണ്ടാക്കി, ദോശയും സാമ്പാറും. അത് കഴിഞ്ഞ് ഞങ്ങൾ മറ്റേ കുറേ ചിക്കൻ ഗ്രില്ല് ചെയ്തു. പിന്നെ ഞങ്ങൾ കറി ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കറി ഉണ്ടാക്കി. എല്ലാം ഞങ്ങൾ ടച്ചിലിരുന്ന് ഉണ്ടാക്കി തിന്നുമായിരുന്നു. ഞങ്ങൾ ഒരു ബ്രേക്കും എടുത്തില്ല. ഞങ്ങൾ വയറൊക്കെ പൊട്ടാറായിട്ടിരിക്കുമായിരുന്നു. എന്നിട്ടും ഞങ്ങൾ നോക്കിയില്ല. ഞങ്ങൾ ടച്ചിനിരുന്ന് തീറ്റയോ തീറ്റ. ഞാൻ ആ കൂളറിട്ടില്ലേ എന്റെ കയാക്കാനെ അവിടെ കൂളറുള്ളതുകൊണ്ട് അന്നങ്ങളിൽ അതിന് തുഴയോ അവിടെ തന്നെ നിൽക്കുമോ സാർ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ മിലോൻ്റെ ലീഷ് എടുക്കാൻ മറന്നുപോയി. അപ്പം മിലോനെ വെറുതെ അഴിച്ച് വിടുമായിരുന്നു ഞങ്ങൾ. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് അവനാണെങ്കിൽ ആ കാട്ടിൽ നിന്ന് ഓരോ എലികളെയും ഓരോ പ്രാണികളെയും പിടിച്ചുകൊണ്ട് കൊണ്ടുവന്ന് എന്തൊക്കെയോ ചെയ്യുമായിരുന്നു. പക്ഷെ അവൻ കുഴപ്പമൊന്നുമില്ല. വേറെ ഓപ്ഷൻ ഇല്ലാത്തതുണ്ട്. പക്ഷെ നമ്മൾ അറിഞ്ഞു മിലോ പോത്തില്ല.
രാത്രിയായപ്പോൾ അവിടെ ആണെങ്കിൽ നല്ലോണം സ്റ്റാർസ് കാണാമായിരുന്നു. വീഡിയോയിൽ അത്ര ശരിക്കും കാണുന്നില്ലെങ്കിലും നമുക്ക് നേരിട്ട് നല്ല വൃത്തിക്ക് സ്റ്റാർസ് കാണാമായിരുന്നു, ലൈറ്റ് പൊല്യൂഷനൊന്നും ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ സ്റ്റാർസൊക്കെ കണ്ടിട്ട് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പതുക്കെ കിടക്കാനായിട്ട് പോയി. അങ്ങനെ രാവിലെ ഞങ്ങളൊരു 6 മണിയൊക്കെ ആയപ്പോൾ എണ്ണിച്ചു. എന്നിട്ട് ഞങ്ങൾ മറ്റേ കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കുക. പിന്നെ രാത്രി വലിയ തണുപ്പൊന്നും ഇല്ലായിരുന്നു. രാവിലെ എണ്ണിച്ചപ്പോൾ ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു, പക്ഷേ അതല്ലാണ്ട് ഉറങ്ങണേന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കി പോവാനായിട്ടുള്ളതെല്ലാം റെഡിയാക്കുക. ഞങ്ങളിപ്പം പാത്രം കഴുകാനുള്ള വഴക്കിലാണ്. ഓരോരുത്തരും ഓരോ പാത്രം സെലക്ട് ചെയ്ത് അവർ കൊണ്ട് കഴുകുക. വാട്ട് എ വ്യൂ. ആൻഡ് ഈ പാത്രം കഴുകൽ ഹിയർ. നല്ല ചൂടുള്ള അവർ കുക്ക് എൽദോ വെയിറ്റിംഗ് ഫോർ ദ ഡിഷസ് ദാറ്റ് വി വാഷ്ഡ്. ഈസ് ദാറ്റ് റൈറ്റ്? ആരാ മറ്റേ ഈ കയ്യിൽ കൊണ്ട് വാഷ് ചെയ്താരാ? വിലകുട്ട എന്തിനാ പിടിച്ചോണ്ട് വന്നേക്കണേ? നമുക്ക് കൊണ്ട് തന്നതാ. അതിനും ഇല്ലടാ ജീവിതമൊക്കെ. നമ്മളിന്ന് കഴിച്ചത് മുട്ട, ചിക്കൻ. അത് വാലിഡ് പോയിന്റ്. അതെനിക്ക് ഇങ്ങോട്ട് കേറി ഒരു ഓടിച്ചാടി അതിനെ പിടിച്ച്. വ്യൂ ഒക്കെ കണ്ടിങ്ങനെ എൻജോയ് ചെയ്യാ. ഗായ്സ്, അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു. എല്ലാരും പാക്കപ്പ് ഒക്കെ ചെയ്തു, എല്ലാം ക്ലീൻ. സോ അടിപൊളി ട്രിപ്പായിരുന്നു. മിലോയും കുറെ എൻജോയ് ചെയ്തു. അപ്പൊ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാം. See you, bye. അങ്ങനെ ഞങ്ങളുടെ കെജിം കുജിക് ക്യാമ്പിംഗ് വ്ലോഗ് അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ശരി, ബൈ ഗൈസ്.